السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يصح لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. أعذ مزهه إن القلوب تحبه، بأوصافه تجنى إذا هي تصدأ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഏവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര വേദിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അത്രത്തോളം മഹത്വമേറിയ ഒരു കാര്യമായിരുന്നു. ബഹുമാനപ്പെട്ട ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഒരിക്കൽ തന്റെ ഗുരുവിനെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് പറയുകയാണ്, 1000-ഓളം പേജുകൾ വരുന്ന ഒരു ഗ്രന്ഥം ഞാൻ രചിച്ചിരുന്നു. ആ ഗ്രന്ഥത്തിന്റെ നടുവിലെ പേജിലെ മൂലയിലുള്ള ഒരു ഭാഗത്ത് ഒരു സ്വലാത്ത് രചിച്ച കാരണം കൊണ്ട് എന്റെ തെറ്റുകൾ മുഴുവനും മാറിപ്പോയി എന്ന് അവിടുന്ന് പറയുകയാണ്. അതേസമയം ശിഷ്യൻ ചോദിക്കുകയാണ്, ഓ ഗുരുവേ, ഏതാണ് ഈ സ്വലാത്ത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന് പറയപ്പെട്ട ഈ ഒരു സ്വലാത്ത് രചിച്ച കാരണം കൊണ്ട് തന്റെ മുഴുവനും തെറ്റുകൾ പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ നാം ഏവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എത്ര ഇമാമിങ്ങൾ, 14,000 കണക്കിന് സ്വലാത്തുകൾ രചിച്ച ഇമാമിങ്ങളില്ലേ? പിന്നെ അതാ ഈ ശിഷ്യൻ വീണ്ടും മുത്തുനബിയെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് ചോദിക്കുകയാണ്, മുത്തുനബിയെ, ഈ സ്വലാത്ത് രചിച്ച കാരണം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ ഗുരുവിന് ഇത്രയും സ്ഥാനമുണ്ടെങ്കിൽ എന്താണ് നിങ്ങളടുക്കലുള്ള സ്ഥാനമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, നിന്റെ ഗുരുവിന്റെ ചെറുപ്രായത്തിൽ ഞാനതാ എന്റെ ശറഫാക്കപ്പെട്ട ഉമിനീര് നിന്റെ ഗുരുവിന്റെ വായിൽ ഞാൻ തുപ്പിക്കൊടുത്തിരുന്നു. ആ കാരണം കൊണ്ട് പിന്നെ മറവി ഉണ്ടായിട്ടില്ല. അത്രത്തോളം സ്നേഹമായിരുന്നു മുത്തുനബിക്ക്. മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നന്മ തിന്മകളെല്ലാം തുലാസിൽ തൂക്കി കഴിയുമ്പോ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പായി എന്നറിഞ്ഞാൽ പുറകിൽ നിന്നൊരു വിളിയാളമാണ്, ഓ മനുഷ്യ, ഇന്ന സമയം ഇന്ന സ്ഥലത്ത് വെച്ച് നീ എന്നെ വഞ്ചിച്ചില്ലേ, ഇന്ന സ്ഥലത്ത് വെച്ച് നീ എന്നെ കളിയാക്കിയില്ലേ എന്നൊക്കെ പറയുമ്പോ എന്താണ് മഹ്ശറയിൽ നാം ഇതിന് വിഹിതം നൽകുക? നാം നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, നാം നിർവഹിച്ച നോമ്പുണ്ടല്ലോ, കൊടുത്തുവിട്ട സക്കാത്തുണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് കൊടുത്തു കഴിയുമ്പോ അവസാനം സ്വലാത്ത് മാത്രമായിരിക്കും. ആ സ്വലാത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഹിതം നൽകുകയില്ല. അത്രത്തോളം മഹത്വം ഈ സ്വലാത്തിനുണ്ട്. ദിവസവും 3 സ്വലാത്തെങ്കിലും ചൊല്ലുന്ന ഒരാള് ഖബറിലങ്ങ് ഇറക്കി വെക്കുമ്പോ അതാ മലക്കുകൾ വന്ന് ചോദിക്കും, മൻ ഹാദാ ലി റജുലൻ, ഈ റജുലേതാണെന്ന് ചോദിക്കുമ്പോ ഇത് മുത്തുനബിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ല. പിന്നെ സ്വർഗത്തിന്റെ ആഗമനങ്ങൾ, സ്വർഗത്തിന്റെ എല്ലാ സുഗന്ധങ്ങളും ആ ഖബറിലേക്ക് അങ്ങ് അടിച്ചു വീശുകയാണ്. പിന്നെ അതാ നിങ്ങൾ കേട്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടെങ്കിൽ അത് മുഴുവനും മുത്തുനബിയുടെ മദ്ഹ് പറയാൻ വേണ്ടി ഞാൻ ചിലവഴിക്കുമായിരുന്നു. മുത്തുനബി അതാ ഒരിക്കൽ ഒരു സ്ഥലത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ, ബലിപെരുന്നാളിന്റെ അന്ന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വഴിയിൽ വെച്ച് ഒരു കുട്ടിയെ അങ്ങ് പരിചയപ്പെടുകയാണ്. ഈ കുട്ടി അതാ ആർന്നിരുന്ന് കരയുകയാണ്. എന്താ വിഷയമെന്ന് ചോദിച്ചപ്പോ,
നിന്റെ ഉപ്പയതാ മരിച്ചുപോയി, ഉമ്മയതാ രണ്ടാം കല്യാണം കഴിച്ചപ്പോ മറ്റൊരു ഭർത്താവിനെ കെട്ടി. ആ ഭർത്താവാണെങ്കിൽ എനിക്ക് പൈസയൊന്നും തരുന്നില്ല, എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല, എനിക്ക് വസ്ത്രമില്ല, എനിക്ക് കളിക്കാൻ കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ കുട്ടിയെയും എടുത്ത് മുത്തുനബി അതാ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പുതുവസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്തപ്പോ അതാ സ്വഹാബികൾ മുഴുവനും പള്ളിയിൽ മുത്തുനബിയെ കാത്തിരിക്കുകയാണ്. ബലിപെരുന്നാൾ നിസ്കാരത്തിനേക്കാളും മുത്തുനബി മുൻതൂക്കം നൽകുന്നത് ഈ കുട്ടിയെ നോക്കുന്നതിനാണ്. പിന്നെ ഈ കുട്ടിയോട് പറഞ്ഞു, നിന്റെ ഉപ്പ ഞാനായാൽ മതിയോ, നിന്റെ ഉമ്മ ആയിഷയായാൽ മതിയോ, നിന്റെ സഹോദരി ഫാത്തിമയായാൽ മതിയോ, നിന്റെ സഹോദരന്മാര് ഹസൻ ഹുസൈന് തങ്ങളായാൽ മതിയോ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടിയങ്ങ് കരഞ്ഞു പോവുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു അതാ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മുത്തുനബിയോട് അതാ പരാതി പറഞ്ഞപ്പോ തന്റെ വസ്ത്രമങ്ങ് പൊക്കി കാണിച്ചിട്ട് 4 കല്ലുകളങ്ങ് കാണിച്ചപ്പോ അതാ അനസ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി. ആ വിശപ്പുമായി മുത്തുനബി വീട്ടിലേക്ക് വന്നപ്പോ മകള് ആയിഷ, മകള് ഫാത്തിമ കരയുകയാണ്, മക്കള് ഹസൻ ഹുസൈന് തങ്ങള് കരയുകയാണ്. എന്തേ 4-5 ദിവസമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ അതാ മുത്തുനബി വേലക്ക് പോവുകയാണ്. ഒരു അഅറാബിയുടെ വീട്ടിൽ വേലക്ക് പോയി. അതാ കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ്. 4 തവണ വെള്ളം കോരിയപ്പോ 3 കാരക്ക കിട്ടി. ആ 3 കാരക്കയും തത്സമയം ഭക്ഷിച്ചതിന് ശേഷം പിന്നെ 29 പ്രാവശ്യം അങ്ങ് കോരുകയാണ്. 29 പ്രാവശ്യം കോരിയപ്പോൾ കുറച്ചും കൂടെ കാരക്ക കിട്ടി. ആ കാരക്കയുമായി വീട്ടിൽ പോകാനിരിക്കുന്ന സമയത്ത് അതാ അവിടുന്ന് പറയുകയാണ്, കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞോ എന്ന് പറഞ്ഞപ്പോ, കുറച്ചും കൂടി കോരണമെന്ന് പറഞ്ഞപ്പോ അവശനായ മുത്തുനബി വീണ്ടും കോരാനിരിക്കുമ്പോ ആ കയറങ്ങ് വിട്ടുപോവുകയാണ്. ആ കിണറ്റിലേക്ക് അതങ്ങ് വിട്ടപ്പോ അതാ അഅറാബി വളരെയധികം കോപാകുലനായി. അഅറാബി അതാ ശറഫാക്കപ്പെട്ട മുത്തുനബിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. അവിടുന്നൊന്നും പ്രതികരിക്കാതെ കിണറ്റിലിറങ്ങി ആ കോരിയുമെടുത്ത് അഅറാബിയെ ഏൽപ്പിച്ചു. പിന്നെ ആ കിട്ടിയ കാരക്കയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. വിശന്നിരിക്കുന്ന ഹസൻ ഹുസൈൻ തങ്ങൾക്കും ഫാത്തിമക്കും കൊടുക്കുമ്പോ അഅറാബി അതാ അവിടുന്ന് ചിന്തിക്കുകയാണ്, ഏതാണ് ഈ മനുഷ്യൻ, ഇത്രത്തോളം ഞാൻ മുഖത്തേക്ക് ആഞ്ഞടിച്ചിട്ടും എന്നോടൊന്നും പ്രതികരിക്കാത്ത ഈ മനുഷ്യൻ ഏതാണെന്ന് അന്വേഷിച്ചപ്പോ ഇത് നബിയാണെന്ന് അറിഞ്ഞപ്പോ തന്റെ കൈകളങ്ങ് മുറിച്ചു മാറ്റുകയാണ്. പിന്നെ ആ മുറിച്ചു മാറ്റിയ കൈയുമായി പോവുകയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ കൈയും കൊണ്ട് വന്നപ്പോ മുത്തുനബി അതാ അവിടുന്ന് പറയുകയാണ്, നിനക്ക് അവസാനമായി ഒരു അവസരം കൂടി തരാം, വേണമെങ്കിൽ ഇവിടെ വെച്ച് മുസ്ലിമായിക്കോ എന്ന് പറഞ്ഞപ്പോ ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ആവുകയില്ല, ഈ കൈ തിരിച്ച് എന്റെ അതേ സ്ഥാനത്ത് വെച്ച് തന്നാൽ ഞാൻ ആകാമെന്ന് പറഞ്ഞപ്പോ അതാ തന്റെ ഉമിനീരെടുത്തുകൊണ്ടൊന്ന് പുരട്ടി തടവിയപ്പോ അതാ അതേ സ്ഥലത്ത് തന്നെ വരികയാണ്. അഅറാബി അവിടെ വെച്ച് മുസ്ലിമാവുകയാണ്. സിദ്ദീഖ് തങ്ങൾ തന്റെ വസ്ത്രം കൊണ്ട് ഹിറാ ഗുഹയിൽ വെച്ച് വസ്ത്രം കൊണ്ട് മൂടിയില്ലേ? ഇതൊക്കെ ആരോടുള്ള ഹുബ്ബാണ്? മുത്തുനബിയോടുള്ള ഹുബ്ബാണ്. അത്രയും അധികം ഹുബ്ബായിരുന്നു സിദ്ദീഖ് തങ്ങൾക്ക്. ആദ്യമായി സിദ്ദീഖ് തങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോ തന്റെ ഉപ്പ അവിടുന്ന് പറയുകയാണ്, എന്റെ മതം എനിക്കും സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പിന്നെയും സിദ്ദീഖ് തങ്ങൾ തന്റെ ഉപ്പയുമായി പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നപ്പോ അവിടുന്ന് തന്റെ ഉപ്പയും മുസ്ലിമായി. പിന്നെ അതാ സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് കരയുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, എന്തേ കരയുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ ഉപ്പ മുസ്ലിമാവുന്നതിനേക്കാളും സന്തോഷം നിങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാവുന്നതാണ്. അതായിരുന്നു ഹുബ്ബുൻ നബി വ മദ്ഹുൻ നബി. സിദ്ദീഖ് തങ്ങൾക്ക് ഇത്രത്തോളം സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്താണ്? മുത്തുനബിയോടുള്ള ഹുബ്ബിന്റെ പവറാണ്. അതുപോലെ നാം ഏവരും മുത്തുനബിയെ സ്നേഹിക്കാനും അവിടത്തേക്ക് നിത്യമായി സ്വലാത്ത് ചൊല്ലാനും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ വാഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, സീനിയർ വിഭാഗം വഅല അനുവദിച്ച സമയം 7 മിനിറ്റ്. ശ്രദ്ധിക്കുക, പരമാവധി അനുവദിച്ച സമയം 7 മിനിറ്റ്. വേദിയിൽ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ ബി ഓൺ ദി സ്റ്റേജ്.
Let her be on the stage. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل الصدق والمجد، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العظيم. صدق بالله ورسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുന്ന ഒരു വേദിയിലാണ്. മുത്തുനബി തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബി. വല്ലൊരുത്തനും എന്നെ കൊണ്ട് സന്തോഷിച്ചാൽ അവനെ കൊണ്ട് ഞാനും സന്തോഷിക്കുമെന്ന് പറഞ്ഞ അത്തരത്തിൽ മഹത്വമേറിയ ഒരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അള്ളാഹു ആ മുത്തുനബിയോടുള്ള മുഹബ്ബത്ത് വർദ്ധിക്കാൻ ഈ മജ്ലിസ് ഒരു സബബാക്കുമാറാകട്ടെ. മുഹബ്ബത്തുൻ നബി എന്ന വിഷയത്തിൽ അല്പം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും മറ്റാരും ഉണ്ടാവരുത്. ഹുബ്ബെന്ന വിഷയത്തിൽ മുത്തുനബി മുന്നിൽ നിൽക്കണമെന്നുള്ള വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും, എന്നാൽ ഇന്നത്തെ സമകാലിക ലോകത്ത് ഏറ്റവും ചോർന്നുകൊണ്ടിരിക്കുന്ന വിഷയവും മുഹബ്ബത്തുൻ നബി എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്ന ആറാം നൂറ്റാണ്ടിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള അരാജകത്വം നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മുത്തുനബി തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലയോ, നിങ്ങളെ മക്കൾ നന്നാവണോ, നിങ്ങളെ സമൂഹം നന്നാവണോ, സമുദായം നന്നാവണോ, അല്ലിമു ഔലാദകും മുഹബ്ബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുഅ്മിനീങ്ങളെ, എന്നോടുള്ള മുഹബ്ബത്തിനെ നിങ്ങളുടെ കുട്ടികളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഊട്ടിയുറപ്പിച്ചാൽ അവർ വഴിതെറ്റിപ്പോകൂലോ, അവർ അശ്ലീലങ്ങളിലേക്കും ദുശ്ശീലങ്ങളിലേക്കും മാറി നിൽക്കൂലോ. അതിനെ തൊട്ടെല്ലാം മാറി നിന്നുകൊണ്ട് ആ മദീനയിലെ പച്ചച്ചായ വിരിക്കപ്പെട്ട ഖുബ്ബത്തുൽ ഖദ്റാ, പച്ചക്കുപ്പയുടെ ചോട്ടിൽ അന്തിവിശ്രമം കൊള്ളുന്ന ശഫീഉൽ വറാ ത്വാഹ മുർത്തദ, ആ മുത്തുനബിയോടുള്ള മുഹബ്ബത്തുണ്ടെങ്കിൽ തെറ്റുകൾ ചെയ്യാൻ സാധിക്കൂല. മാത്രമല്ല, ആ വ്യക്തി എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലോ, എന്തൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലോ അതിൽ മുഴുവനും വിജയമാണ്. അതല്ലേ ആശിഖുർ റസൂൽ മഹാനായ ഉമറുൽ ഖാലിബ് ബിലങ്കൂത്തി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്, മൻ ഇൻദഹു കാന നബിയിൽ മുൻതഖബ് മിൻ കുല്ലി ഖൽഖില്ലാഹി മഹബൂബൻ ഹഹാബ് ഫസആദത്തുൻ ഉദ്മാ വഫൗസ ഗദിൻ ഖദീർ والأمن منا للعذاب دائما صلوا عليه وسلموا تسليما. വല്ലൊരുത്തന്റെയും മൃത്തടത്തിലെ എല്ലാ വസ്തുതക്കാളും എല്ലാ ആളുകളെക്കാളും അവന്റെ ഹൃദയത്തിൽ മുത്തുനബി അഹബ്ബായിട്ടുണ്ടോ, എന്നാൽ അവൻ എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നാളെ മഹ്ശറാവൻ സഭയിൽ ആരും കൈപിടിക്കാനില്ലാത്ത ഒരു അവസ്ഥ
അവസ്ഥയിലെ അവനിക്ക് ഈ മുഹബ്ബത്ത് കവചമാണ്. അന്നാറുന ജഹന്നം എന്ന് പറഞ്ഞ ആളിക്കത്തുന്ന തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന സമയത്തും ഈ മുഹബ്ബത്ത് അവനിക്ക് കവചമാണ്. അവനിക്ക് നരകം ഹറാമാണ്, സ്വർഗം വുജൂബാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ മുത്തുനബിയോടുള്ള മുഹബ്ബത്തിനെ നമ്മുടെ ഹൃദയത്തിൽ നാം ഊട്ടിയുറപ്പിക്കണം. എന്നാൽ നമുക്ക് മനപ്രയാസം ഉണ്ടാകൂല, മനസമാധാനക്കേടുണ്ടാകൂല. കാരണം മുത്തുനബി തങ്ങൾ സഹിച്ചാത്ര പ്രയാസം ആരാണ് ഈ ലോകത്ത് സഹിച്ചിട്ടുള്ളത്? അതങ്ങ് ചിന്തിക്കുമ്പോൾ മഹാനായ മഹ്മൂദ് ബിൻ അബ്ദുൽ ഖാദിർ ത്വയ്യിബുൽ ഖാഹിരി തങ്ങൾ പറഞ്ഞ ബുഗ്ദുൽ ഖളാഇ ബിശർരിൻ ഹീന ജാഅ ബിഹി ഫിൽ മാലി വൽ വൽദി ഔ ഫീ നഫ്സികൽ ഖദർ. നഫ്സിലോ കുടുംബത്തിലോ മക്കളിലോ എന്ത് പ്രയാസം വന്നാലും അല്ലാഹുവിന്റെ ഖദർ ഖലാ ആണെന്നുള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് കൂലി കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു സ്വഭാവം അവനിൽ നിർമ്മിഷ്ടമാണ്. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് പോലെ തന്നെയാണ് അവിടത്തോട് ബന്ധപ്പെട്ട എല്ലാ വസ്തുതകൾക്കും അല്ലാഹു വലിയ ശറാഫത്ത് നൽകിയില്ലേ, അല്ലാഹു വലിയ മഹത്വം നൽകിയില്ലേ. ലോകത്തെ ഏറ്റവും മഹത്വമുള്ള മണ്ണേതാണ്? അത് ഹബീബിന്റെ ജസദിനെ ചുംബിച്ച് കിടക്കുന്ന മദീനയിലുള്ള മണ്ണല്ലേ. അതിനെ കവച്ച് വെക്കാൻ ഏത് മണ്ണാണുള്ളത്? ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു വ്യക്തി അങ്ങ് മരണപ്പെടുകയാണ്. ആളുകളൊന്നടങ്കം പറഞ്ഞു, ഇദ്ദേഹം ഒരു നന്മ ചെയ്യുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല, ഇദ്ദേഹം ഒരു സൽക്കർമ്മം ചെയ്യുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരിക്കലും മുഅ്മിനീങ്ങളെ മറവ് ചെയ്യുന്നിടത്ത് മറവ് ചെയ്യല്ലേ, അവിടെ അദാബിറങ്ങുന്നതാണ്. ഇത് പറഞ്ഞ് നാട്ടുകാരൊന്നടങ്കം തീരുമാനിച്ച് മലിനമായ മൃഗങ്ങളെ ചത്താൽ അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ കുഴിച്ചിടുകയാണ്. അതാ വരുന്നു മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് മൂസാ നബിക്ക് വഹി എത്തിക്കുകയാണ്. യാ മൂസാ നബിയേ, നിങ്ങൾ ഇന്ന് കുഴിച്ചിട്ട ആ വ്യക്തിയുണ്ടല്ലോ, ആ തെമ്മാടിയാണെന്ന് പറഞ്ഞ വ്യക്തിയില്ലേ, അദ്ദേഹത്തിന് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നെടുത്ത് മയ്യത്ത് നിസ്കരിച്ച് കഫൻ ചെയ്ത് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നല്ല രീതിയിൽ മറവ് ചെയ്യണം. കാരണം അദ്ദേഹം മുഹമ്മദ് നബിയുടെ പേരിനെ ബഹുമാനിച്ചവരാണ്. മുത്തുനബിയുടെ പേര് മുഹമ്മദ് എന്ന പേരിനെ ബഹുമാനിച്ചു എന്നൊരു മഹത്വം കൊണ്ട് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ആ മുത്തുനബി അഹബ്ബാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ കൂടിയ ഉലമാക്കളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിൽ മുത്തുനബിയോടുള്ള മുഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ സീനിയർ വിഭാഗത്തിന്റെ വഅദ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ സി ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട്, നെക്സ്റ്റ് കോൾ ലെറ്റർ സി ഓൺ ദി സ്റ്റേജ്. السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. യമീനൻ ബിറബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു فذاك رجائي في الممات وفي المحيا. صلاة وتسليم وأزكى تحيتي
على المصطفى المختار خير البرية علموا أولادكم محبة رسول الله صلى الله عليه وسلم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമായി നിറഞ്ഞിരിക്കുന്ന പ്രവാചക സ്നേഹികളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ മിസ്കെ മദീന എന്ന മീലാദ് ഫെസ്റ്റിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അറിയണേ എന്ന വിഷയത്തോട് ആസ്പദമാക്കി സ്വല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അറിയണം, അവരെ കുറിച്ച് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരിൽ ഫന്നാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവ്വലുൻ വാജിബുൻ അൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇദ ബിമക്ക വദുഫിന ബിൽ മദീന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. തങ്ങൾ മദീനയിൽ വഫാത്തായി കിടക്കുകയും മക്കയിലാണ് തങ്ങൾ ജനിച്ചതെന്ന വിവരമാണ് ആദ്യമായി നിസ്കാരത്തെക്കാളും എല്ലാ കാര്യങ്ങളെക്കാൾ മുമ്പ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫത്വൽ മുഈൻ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ ഏത് വിഷയത്തിലും നാം മുത്തുനബിയെ അറിയണമെങ്കിൽ അവിടുത്തെ കുറിച്ച് പഠിക്കണം, തങ്ങളെ മഹബത്ത് വെക്കണമെങ്കിൽ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ക്രിസ്തുവർഷം 632 ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച 9 മണിക്ക് മുമ്പായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തു നിന്ന് വിട പറയുന്നത്. നീണ്ട 12 ദിവസക്കാലം മുത്തുനബി രോഗബാധിതനായി പള്ളിയിലേക്ക് വന്നില്ല. അവിടുന്ന് നിസ്കരിക്കാൻ, ജമാഅത്തിന് ഇമാമത്ത് നൽകാൻ പള്ളിയിലേക്ക് വന്നില്ല. അങ്ങനെ റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പള്ളിയിലേക്ക് വരണമെന്നായി. അവിടുന്ന് പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് 3 തവണ അവിടുന്നതാ ബോധക്ഷയം തുടർച്ചയായി സംഭവിച്ച കാരണം കൊണ്ട് അവിടുത്തേക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ 2 സ്വഹാബത്തിന്റെ ചുമലിൽ ചാരി പിടിച്ചുകൊണ്ട് മുത്തുനബി അതാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാം നിന്നുകൊണ്ട് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ ശേഷം മുത്തുനബി അതാ മിമ്പറിലേക്ക് കയറിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അവിടുന്ന് 1-ാമത്തെ സ്റ്റെപ്പിൽ കയറി സംസാരിക്കുന്നു. സാധാരണ തങ്ങൾ 2 പടി സ്റ്റെപ്പ് കയറിയിട്ട് 3-ാമത്തെ മുസ്തറാഹിന്റെ സ്റ്റെപ്പിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. അന്ന് തങ്ങൾക്ക് പടി കയറാൻ സാധിക്കുന്നില്ല. 1-ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് സംസാരിക്കുന്നു. സ്വഹാബാ ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ അൻ യഈസ ഫീ സഹറത്തി ദുനിയ വസീനതിഹാ വഫീൽ ജന്നതി ബഅദഹാ വഫീ ലിഖാഇല്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വെടിമക്ക് ഈ ഖിയാമത്ത് നാൾ വരെ സുഖലോലുപതയുള്ള ജീവിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിനുശേഷം സ്വർഗം നൽകാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അല്ലാഹുവിന്റെ ലിഖാ നൽകാമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ അടിമയതാ ഇപ്പോൾ തന്നെ ലിഖാ തിരഞ്ഞെടുത്തു സഹാബ. അപ്പോ സഹാബത്ത് അങ്ങുമിങ്ങും നോക്കി പുഞ്ചിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. എല്ലാവരും സന്തോഷിക്കുന്നു. നമ്മുടെ ഹബീബിന് രോഗം സുഖപ്പെട്ടിരിക്കുന്നു, നമ്മോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പിറകിൽ നിന്നും ഒരു തേങ്ങലിന്റെ ശബ്ദം കേൾക്കുന്നു. ആരാണ് കരയുന്നതെന്ന് നോക്കിക്കൊണ്ട് പിറകോട്ട് നോക്കിയപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ സഹാബത്ത് പറയുന്നു, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളത് സിദ്ദീഖിന, ഏറ്റവും ഇൽമുള്ളത് സിദ്ദീഖിന, ഏറ്റവും തന്ത്രമുള്ളത് സിദ്ദീഖിന. പക്ഷേ എന്തിനാണ് സിദ്ദീഖ് കരയുന്നതെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് സിദ്ദീഖ് തങ്ങൾ പറയുന്നു, സ്വഹാബാ മുത്തുനബി പറഞ്ഞ അടിമയില്ലേ അത് ഇരിക്കുന്ന റസൂലാ സ്വഹാബാ. അപ്പോൾ മദീനത്തെ പള്ളിയിൽ കൂട്ടക്കരച്ചിൽ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പൊട്ടി പൊട്ടി കരഞ്ഞ സമയത്ത്
ഏറ്റവും ഉച്ചത്തിൽ കരഞ്ഞ വ്യക്തി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളാ. മുത്തുനബി അതാ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്റെ മരണമാകുന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ? എന്നാൽ ഒരു കാലത്ത് എന്നെ പുച്ഛിച്ചവരല്ലേ നിങ്ങള്, എന്നെ ചീത്ത വിളിച്ചവരല്ലേ നിങ്ങള്, എങ്ങനെ നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചു സ്വഹാബ എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് പറയുന്നു, സഹാബത്ത് അങ്ങുമിങ്ങും ചിന്തിച്ചുകൊണ്ട് പറയുന്നു, അതെ നാം വല്ലാതെ പ്രയാസപ്പെടുത്തിയില്ലേ, വല്ലാതെ ചീത്ത വിളിച്ചില്ലേ, നമുക്ക് എങ്ങനെയാണ് ഈ ദീനിനോട് ഇത്ര സ്നേഹം വന്നത്, എന്തൊരു മാറ്റമാണ് നമ്മിൽ കാണുന്നത്. ഞാൻ തന്നെ പറഞ്ഞു തരാം സഹാബ, അന്ന് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, എന്റെ പ്രത്യാശാസ്ത്രം എന്തെന്ന് അറിയില്ല, എന്റെ ജീവിതം എന്തെന്ന് നിങ്ങൾക്കറിയില്ല. ഇന്ന് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാം, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ കുറിച്ച് അറിയാത്തവരെന്റെ ശത്രുക്കളാ, എന്നെ കുറിച്ച് പഠിച്ചവരെന്റെ മിത്രങ്ങളാ. ഈ ആഹുറുസമാനിലെ മക്കളെ, മുസ്ലിം ചെറുപ്പക്കാരാ, മനസ്സിലാക്കണോ, നിങ്ങൾക്ക് നിങ്ങളെ മുത്തുനബിയോട് സ്നേഹം വരുന്നില്ലേ? എന്തെങ്കിലും ഇസ്ലാമിന്റെ കാര്യങ്ങളോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നബിയെ മനസ്സിലായിട്ടില്ല, നബി അറിഞ്ഞവർ നബിയെ പുച്ഛിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കാനും അവിടുത്തെ അറിയാനും അത് മുത്തുനബിയിലേക്ക് അടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിസ്കി മദീന 2K25 വേദിയിൽ സീനിയർ വിഭാഗം വഅല മത്സരം തുടരുന്നു. The last call letter D on the stage. Judges please note letter D on the stage. ഈ മത്സരം കഴിഞ്ഞാലുടൻ പ്രധാന വേദിയിൽ ജനറൽ വിഭാഗം സംഘഗാന മത്സരം കാറ്റഗറി എ മത്സരാർത്ഥികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. قال الله تعالى إن كنتم تحبون الله فاتبعوني يحببكم الله. أعيد مدعه إن القلوب تحبه بأوصافه تجلى إذا هي تسدأ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയ നാട്ടുകാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസിലാണ്. റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബിനോടുള്ള അടങ്ങാത്ത മഹബത്ത് പടച്ച റബ്ബ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ ഇന്ന് കാണുന്ന ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഉലമാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളുമെല്ലാം ഉന്നത സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് ഹബീബായ തങ്ങളിലൂടെ മാത്രമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത മഹബത്ത് വെച്ചവരാണ് സഹാബത്ത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മഹാനവറുകളുടെ ജീവിതം ഹബീബായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് പാറക്കെട്ടിന്റെ ഇടയിലൂടെ സൗർ ഗുഹയിലേക്ക് പോകുന്ന സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ വേവലാതിപ്പെടുന്നത്? ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ്
അങ്ങയുടെ കാലിൽ ഒരു മുള്ളു തറിക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. അതേ സമയത്ത് വല്ല ശത്രുക്കളും അങ്ങയെ ഉപദ്രവിക്കുമോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, സിദ്ദീഖ് തങ്ങളുടെ ഹുബ്ബ്, ഹബീബായ തങ്ങളോടുള്ള പ്രണയം വലുതാണ്. മഹാനായ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ് കനം കൂടുക. കാരണം എന്തേ? ഹബീബിനോടുള്ള അടങ്ങാത്ത മഹബത്താണ്. ഒരിക്കലാ ഒരു ശാമുകാരനായ മനുഷ്യൻ ഹബീബായ തങ്ങളെ കാണാൻ മദീന പള്ളിയിലേക്ക് വരികയാണ്. ആ സമയത്ത് അവർ കേൾക്കുന്ന വാർത്ത എന്താണ്? അവിടുന്ന് ചോദിച്ചു, സഹാബാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് എനിക്ക് കാണണം, എന്റെ ഹബീബിനൊന്ന് എനിക്ക് കാണണമെന്ന് പറഞ്ഞ സമയത്ത് സഹാബത്ത് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ വേവലാതിപ്പെടുന്നത്? ആ സമയത്ത് അവിടുന്ന് സഹാബത്ത് പറയുകയാണ്, ഓ മനുഷ്യ, എന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിയെന്ന് പറയുകയാണ്. ആ സമയത്ത് അതാ ഇദ്ദേഹം ബോധരഹിതനായി അങ്ങ് വീഴുകയാണ്. ബോധം തെളിഞ്ഞ സമയത്ത് ഇദ്ദേഹം ഹബീബായ തങ്ങളുടെ ഖമീസ് ചോദിക്കുകയാണ്. സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, എനിക്കൊരു ഖമീസ് കൊണ്ടുതരുമോ? ഹബീബായ തങ്ങളുടെ സുന്ദരമായ ശർഫാക്കപ്പെട്ട ശരീരത്തിൽ സ്പർശിച്ചിട്ടുള്ള ആ ഒരു ഖമീസ് എനിക്കൊന്ന് കൊണ്ടുതരുമോ? ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് മഹാനായ സിദ്ദീഖ് തങ്ങളോട് പറയുകയാണ്. ആ സമയത്ത് അതാ സിദ്ദീഖ് തങ്ങള് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഒരു സഹാബിയെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ അതാ സഹാബി ആയിഷ ബീവിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ ഖമീസ് കൊണ്ടുവരികയാണ്. അങ്ങനെ അതാ സിദ്ദീഖ് തങ്ങളുടെ കയ്യിലേൽപ്പിക്കുകയാണ്. ആരാണ് സിദ്ദീഖ് തങ്ങള്? അവ്വലുമൻ ആമനു അബൂബക്കർ, ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചവരല്ലേ? ഹബീബായ തങ്ങളിലേക്ക് ആദ്യമായി കടന്നു വന്നവരല്ലേ? ഫസിദ്ഖു ബിൽ ഗാരിമാ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലുന മാ ബിൽ ഗാരിമിൻ അറമീ. ഹബീബായ തങ്ങളെ വല്ലാത്ത മഹബത്ത് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആദ്യമായി കടന്നു വന്നവരാണ്. ആ സിദ്ദീഖ് തങ്ങൾ കണ്ണിൽ ചേർത്തുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അതാ ഉസ്മാൻ തങ്ങളിലേക്ക് കൈമാറുകയാണ്. അവിടുന്ന് അതാ ഉസ്മാൻ തങ്ങൾ ചുംബിച്ചുകൊണ്ട് ഉമർ തങ്ങളിലേക്ക് കൈമാറുകയാണ്. ഉമർ തങ്ങൾ അതാ അവസാനം അലിയാർ തങ്ങളിലേക്ക് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അലിയാർ തങ്ങളതാ ഈ ശാമുകാരന്റെ കയ്യിലേക്ക് അങ്ങ് കൈമാറുകയാണ്. ആ സമയത്ത് ഈ ശാമുകാരന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുടുചുംബനം കൊടുത്ത് പറയുകയാണ്, എന്തൊരു പരിമളമാണ്, എന്തൊരു സുഗന്ധമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ശറഫാക്കപ്പെട്ട ഈ ഡ്രസ് അങ്ങ് ചുംബിച്ചുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ വിശ്വസിക്കുകയാണ്, പടച്ച റബ്ബിലങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെ അതാ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അതാ തലയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, എന്നെ അങ്ങാനി നിന്റെ മതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ഹബീബായ തങ്ങളെ മതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നീ ഉടനെ മരിപ്പിക്കണമെന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അവിടുന്ന് അതാ ഉടനെ അങ്ങ് മരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ നേതൃത്വത്തിൽ ജന്നത്തുൽ ബഖീ അങ്ങ് മറമാടുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കും ഹബീബിനോടുള്ള സ്നേഹം കൂടണ്ടേ? മുത്തുനബിയോടുള്ള അടങ്ങാത്ത മഹബത്ത് നമുക്ക് വർദ്ധിക്കണ്ടേ? ഹബീബായ തങ്ങളോട് സ്നേഹം കൂടാനുള്ള ഒരേ ഒരു മാർഗമാണ്, അത് ഹബീബിനോടുള്ള സ്വലാത്താണ്. അഅ്മാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത അലൻ നബി മുഹമ്മദി. ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഉണ്ടല്ലോ, അതൊരിക്കലും തട്ടുകയില്ല, ഒരിക്കലും സ്വീകരിക്കാതിരിക്കുകയില്ല. പടച്ച റബ്ബ് സ്വീകരിക്കുമെന്ന് ഉറപ്പു തന്ന സൽക്കർമ്മമുണ്ടെങ്കിൽ അത് സലാത്ത് മാത്രമാണ്.
നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കുകയും ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാനുള്ള കാരണമാണത്. മുത്തുനബിയുടെ പേരിൽ ധാരാളം സലാത്ത് ചെല്ലണം. കിടന്നുറങ്ങുന്നതിന്റെ മുമ്പിൽ ഒരു 100 സലാത്തെങ്കിലും നാം ചെല്ലണം. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.